നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത ബാങ്ക് കവർച്ചയിലെ പ്രതി പിടിയിൽ, തൊട്ടടുത്തുണ്ടായിരുന്നു. ബാങ്കിൻ്റെ 1.5 കിലോമീറ്റർ അകലെയുള്ള ആൾ, 1 മാസത്തിലേറെ സമയമെടുത്ത് ആസൂത്രണം. റിജോ ആൻ്റണിയാണ് പ്രതി എന്നാരോപിക്കപ്പെടുന്ന ആൾ. കത്തിക്കാട്ടി ഫെഡറൽ ബാങ്ക് പൊട്ട ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്ന പ്രതി സ്വന്തം വീട്ടിൽ നിന്ന് അറസ്റ്റിൽ. ബാങ്കിൻ്റെ 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പോട്ട ആശാരിപ്പാറ സ്വദേശി തെക്കൻ റിജോ ആൻ്റണിയാണ് ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അതിന് ഇടതുഭാഗത്തായി ഡൽഹിയിലെ വൻ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹി ദുരന്തത്തിനിടയാക്കിയത് അനാസ്ഥ എന്ന തലക്കെട്ടോടുകൂടി പിഴവുകൾ വില 18 ജീവൻ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട്. അതായത് മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിരക്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ശനി രാത്രി ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് ജനക്കൂട്ടം അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് പോയതോടെയാണ് അപകടമുണ്ടായത്. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും സ്റ്റേഷനിൽ ഒരുക്കിയിരുന്നില്ല. 4 പെൺകുട്ടികളടക്കം 14 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് മരിച്ചത്. 20ഓളം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ ആദ്യ പേജിൻ്റെ നടുഭാഗത്തായി നൽകിയിട്ടുള്ളത് നാടുകടത്തിൽ ഇന്ത്യക്കാരോടുള്ള നയം മാറ്റാതെ US, എന്നിട്ടും ചങ്ങലപ്പൂട്ട്. 2 വിമാനത്തിലും പുരുഷന്മാർക്ക് കൈവിലങ്ങും കാൽച്ചങ്ങലയും. ഇന്ത്യ അതൃപ്തി അറിയിച്ചതിലും ഫലം കണ്ടില്ല. ഇന്ത്യയുടെ അതൃപ്തിയും മോദി ട്രംപ് കൂടിക്കാഴ്ചയും US സമീപനത്തിൽ മാറ്റവും വരുത്തിയില്ല. നിശ്ചയിക്കപ്പെട്ടവരുമായി ശനിയാഴ്ച അമൃത്സറിലെത്തിയ 2ാം വിമാനത്തിലെ 116 പേരിൽ പുരുഷന്മാരെ എത്തിച്ചത് കൈവിലങ്ങും കാൽച്ചങ്ങലയും ധരിപ്പിച്ച് തന്നെ. ഏതാനും സിഖ് യുവാക്കളുടെ തലപ്പാവ് അഴിപ്പിച്ചെന്നും ആരോപണമുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, മാതൃഭൂമിയിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത ഡൽഹിയിലെ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡൽഹി അപകടം, മരണം 18ആയി, തള്ളിയിട്ടു മരണത്തിലേക്ക് എന്നതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സംഭവത്തെ വിശദീകരിച്ചിട്ടുള്ള കാർട്ടൂൺ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്തായി മോദി ട്രംപിനെ കണ്ടിട്ടും മാറ്റമില്ല, നാടുകടത്തിയവരെ ഇന്ത്യയിലെത്തിച്ചത് വിലങ്ങിട്ട് തന്നെ എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമിയും ആദ്യ പേജിൽ ഇടം നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിലായി ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിൽ എന്ന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരം കരമന ശാസ്ത്രി നഗറിൽ പുതുതായി സ്ഥാപിക്കുന്ന ഗുരുദ്വാരയുടെ ഞായറാഴ്ച നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ ശശി തരൂർ MP പങ്കാളിയായപ്പോൾ മോദിയുടെ US സന്ദർശനത്തെ അനുകൂലിച്ചതിൻ്റെയും സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചതിൻ്റെയും പേരിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വിമർശനങ്ങൾക്കിടയിലാണ് ശശി തരൂർ എന്ന ഒരു ക്യാപ്ഷൻ കൂടി ആ ചിത്രത്തിന് താഴെയായി നൽകിയിട്ടുണ്ട്. ചാലക്കുടി ബാങ്ക് കവർച്ച, മോഷ്ടാവ് അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് മലയാളം പറയുന്നുണ്ട് മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ. ഉദ്യോഗ പരീക്ഷ വിവരാവകാശ പ്രകാരം മാർക്ക് വെളിപ്പെടുത്താമെന്ന തലക്കെട്ടോടുകൂടി മറ്റ് പ്രധാനപ്പെട്ട വാർത്ത പ്രധാന കോളത്തിൽ നൽകുന്നു. അതായത് പരീക്ഷയിൽ മറ്റുദ്യോഗസ്ഥർക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാമെന്ന് സുപ്രീം കോടതി. പൊതുപരീക്ഷയിലെ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് അറിയുന്നതിൽ പൊതു താൽപ്പര്യമുണ്ടെന്ന ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതി ശരിവെച്ചത്. കേരള കലകൾ പഠിക്കാം ലോകത്തെവിടെയിരുന്നും എന്ന തലക്കെട്ടോടുകൂടി ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും കേരളീയ കലാരൂപങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും ഡിജിറ്റൽ ആർട്ട് സ്കൂൾ ഒരുങ്ങുന്നു. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻറ്റർ ഫോർ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഇൻ കൾച്ചർ എന്ന പഠനവിഭാഗമാണ് ഇതിന് തുടക്കമിടുന്നത്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് തൻ്റെ ലേഖനം മനസ്സിലാകുമെന്ന് ശശി തരൂരിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ലെന്ന് MM ഹസൻ. മലയാളം അറിയുന്നവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാകുമെന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, കേരള കൗമുദി പ്രാധാന്യമേറെ നൽകുന്ന വാർത്ത ബാങ്ക് കൊള്ള, പ്രതി പിടിയിൽ, 18 ലക്ഷം കണ്ടെത്തി, ദൂരത്തിന് 5 ലക്ഷം ചെലവാക്കി എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. റിജോ ആൻ്റണി എന്ന പ്രതിയുടെ ചിത്രവും കൂടെ നൽകിയിട്ടുണ്ട്. സ്കൂട്ടറും ഫോണും തെളിവായി എന്ന പ്രത്യേക കോളവും എഴുതിയിട്ടുണ്ട്. കൂടാതെ ഡൽഹി ദുരന്തം, സുരക്ഷാ വീഴ്ച, റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിലും തിക്കിലും മരണം 18, ഇരയായത് കുംഭമേള തീർത്ഥാടകർ, അന്വേഷണം നഷ്ടപരിഹാരം എന്ന തലക്കെട്ടോടുകൂടി കുംഭമേളയ്ക്ക് എത്തിയ തീർത്ഥാടകർ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ. നിലപാടിൽ ഉറച്ചു നിന്ന തരൂർ, തട്ടുകടകളും ചേർത്ത കണക്കെന്ന സുധാകരൻ. അതായത് ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലതുഭാഗത്ത് കേരള കൗമുദി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിലൊരു കാർട്ടൂൺ കൂടിയുണ്ട്. പുതിയ വിജയൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് കാർട്ടൂൺ. അതിൽ പിണറായി വിജയൻ പറയുന്ന ഒരു സംഭാഷണം, മാർക്ക് നൽകിയ മാഷിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും മാർക്ക് ക്ലാസ്സിൽ അവശേഷിക്കുമെന്നുള്ളതാണ് ഡയലോഗ്. മനോഹരമായൊരു കാർട്ടൂണോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി ക്രിമിനലുകൾക്ക് തുണയായത് നഴ്സിംഗ് കൗൺസിൽ നിലപാട്.
എന്ന ഒരു പ്രത്യേക സ്റ്റോറി കേരള കൗമുദിയുടെ സ്പെഷ്യൽ സ്റ്റോറിയായി വരുന്നുണ്ട്. അതായത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ അതിക്രൂര പീഡനം നടത്താൻ റാഗിംഗ് ക്രിമിനലുകൾക്ക് ധൈര്യം പകർന്ന കേരള നഴ്സിംഗ് കൗൺസിൽ 2.5 വർഷം മുൻപ് സ്വീകരിച്ച നിലപാട്. അന്ന് റാഗിംഗ് പരാതി അട്ടിമറിച്ച് കുറ്റക്കാരെ സംരക്ഷിച്ചു. പ്രിൻസിപ്പൽ പുറത്താക്കിയ 3 വിദ്യാർത്ഥികളെ കൗൺസിൽ അംഗങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്ന് തിരികെ പ്രവേശിപ്പിച്ചു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ കേരളത്തിലെ വ്യവസായങ്ങൾ വളർന്നിട്ടില്ല, പൂട്ടിപ്പോയ വ്യവസായങ്ങളാണ് കൂടുതൽ. ചെന്നിത്തല പൂട്ടുണ്ടാക്കുന്ന വ്യവസായം തുടങ്ങിയാൽ വളർന്നേനെ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ഇന്ത്യക്കുള്ള US സഹായം നിർത്തലാക്കിയത് വോട്ടർമാരെ ബോധവൽക്കരിക്കുവാനുള്ള ഫണ്ട് തീരുമാനം മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡോജിൻ്റേത്. റദ്ദാക്കിയത് $2.1 കോടി എന്ന വാർത്തയ്ക്ക് ദീപിക ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഇടതുഭാഗത്ത് വീണ്ടും ചങ്ങലക്കിട്ട ക്രൂരത എന്ന തലക്കെട്ടോടുകൂടി അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരെ കാലിലും കയ്യിലും ചങ്ങല ബന്ധിച്ച് കൊണ്ടുവന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. അതിന് താഴെയായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്തം, മരണം 18 അപകട കാരണം, അനൗൺസ്മെൻറ്റിലെ പിഴവ് എന്നുള്ള വാർത്തയുണ്ട്. ഭാര്യയുടെ പണം ദൂർത്തടിച്ചു തിരികെ നൽകാൻ ബാങ്കിൽ കവർച്ച, 44-കാരൻ പിടിയിൽ, പേടിച്ച കള്ളൻ എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത ദീപിക ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, ആവർത്തിച്ചുറപ്പിച്ച് തരൂർ കുരുക്കിലായത് കോൺഗ്രസ്, തരൂര കുടുക്ക് എന്ന തലക്കെട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരളത്തിലെ ഇടത് സർക്കാരിനെയും വാഴ്ത്തി ശശി തരൂർ MP ഒരുക്കിയ കുരുക്കിൽ നിന്ന് കരകയറാനാകാതെ കോൺഗ്രസ് നേതൃത്വം ഒന്നടക്കം തള്ളിപ്പറഞ്ഞിട്ടും പാർട്ടിയെ വീട്ടിലാക്കിയ പരാമർശങ്ങൾ തിരുത്താനോ മയപ്പെടുത്താനോ തരൂർ തയ്യാറായില്ല. അംഗത്തിന് തന്നെ എന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ചെലവ് വെട്ടിച്ചുരുക്കി US ഇന്ത്യക്കുള്ള സഹായവും റദ്ദാക്കി എന്നുള്ള വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ ഇടം നൽകുന്നുണ്ട്. വീണ്ടും വിലയില്ല എന്ന തലക്കെട്ടോടുകൂടി അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ വീണ്ടും നാട് കടത്തിയത് കൈകളും കാലുകളും വിലങ്ങണി സേന എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം ആദ്യ പേജിൽ നടുഭാഗത്തായി നൽകുന്നു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കും തിരക്കും, മരണം 18 എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ താഴെയായി പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമം. നിർമ്മിത ബുദ്ധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ ശശി തരൂർ 4 തെരഞ്ഞെടുപ്പ് ജയിച്ച വിപ്ലവകാരി, AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ വിപ്ലവകാരി എന്നുള്ള തലക്കെട്ട് ആ കാർട്ടൂണിന് നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ദുരന്തം, അലംഭാവത്തിൻ്റെ വില, മരണം 18, തിരക്ക് മുൻകൂട്ടി അറിഞ്ഞിട്ടും ക്രമീകരണം ഏർപ്പെടുത്തിയില്ല, സഹായം എത്താൻ വൈകി, റെയിൽവേ അനാസ്ഥ വ്യക്തം. ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ. CITU പ്രവർത്തകനെ BJP അക്രമസംഘം കുത്തിക്കൊന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ആദ്യ പേജിൽ തന്നെ ദേശാഭിമാനി. അതിന് വലത് ഭാഗത്തായി സമ്മർദ്ദത്തിലും കുലുങ്ങാതെ എന്ന തലക്കെട്ടോടുകൂടി തരൂരുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദേശാഭിമാനി. സംരംഭകരെ പരിഹസിച്ച് K സുധാകരൻ, സ്കൂളിലും റാഗിംഗ് വിരുദ്ധ സെൽ മന്ത്രി V ശിവൻകുട്ടി, പ്രവർത്തക സമിതിയിൽ നിന്ന് തരൂർ രാജിവെക്കണം എന്നുള്ള നിലപാടുമായി MMS നിൽക്കുന്ന വാർത്ത. അങ്ങനെ രാഷ്ട്രീയപരമായി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രാധാന്യമേറെ നൽകുന്നത് ദേശാഭിമാനി ആദ്യ പേജിലെല്ലാം. പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ള, പ്രതിപിടിയിൽ മോഷണത്തിലേക്ക് നയിച്ചത് ആഡംബര ജീവിതം എന്നുള്ളതാണ് ആ വാർത്തയുടെ ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നത് ദേശാഭിമാനി. വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. റോഡിൽ കെട്ടിയിരുന്ന കമാനം പൊളിക്കുന്നതിനിടയിൽ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. 44 വയസ്സുകാരനായ പ്രകാശാണ് മരിച്ചത്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, ജന്മഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത, ആശാ വർക്കർമാരെ സർക്കാർ കൈവിട്ടു, അപമാനിച്ചു എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. 3 മാസമായി ഓണറേറിയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 7 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ കൈവിട്ടും അപമാനിച്ചും സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസത്തെ ചർച്ച പ്രഹസനമാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പിന്നാലെ ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ സമരത്തെ അവഹേളിക്കുന്ന തരത്തിൽ പ്രതികരിച്ചു. അതിന് വലതുഭാഗത്തായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഭാരത് ടെക്സ് 2025 ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രദർശന നഗരി സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർക്കയുടെ അടുത്തെത്തിയപ്പോൾ ആദരവ് പ്രകടിപ്പിക്കുന്ന ചിത്രം അതിനോടൊപ്പം നൽകുന്നു. ഒപ്പം ലേഖനത്തിൽ ഉറച്ച് തരൂർ വിമർശിച്ച് VD സതീശൻ, തലോടി K സുധാകരൻ, തരൂരിൽ തല്ലി കോൺഗ്രസ് എന്ന തലക്കെട്ടോടുകൂടി തരൂർ വിഷയത്തിന് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. അതിന് താഴെയായി ഇടതുഭാഗത്ത് ബാങ്ക് കൊള്ള, പ്രതിപിടിയിൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. വലതുഭാഗത്തായി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും മരണം 18 എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ഏറ്റവും താഴെ അക്രമം പൊങ്കാല കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന് നേരെ CPM ആക്രമണം, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേർക്ക് പരിക്ക്. അതായത് കൊട്ടാരക്കരയിലെ ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി RSS ശാഖാ കാര്യവാഹനും കുടുംബത്തിന് നേരെ CPM ആക്രമണം. കൊട്ടാരക്കര പള്ളിക്കൽ കിഴക്ക് ശാഖ കാര്യവാഹ് മൈലം വെള്ളാരം കുന്നുചെരുവുള്ള പുത്തൻവീട്ടിൽ അരുൺ, അമ്മ ലത, BJP പഞ്ചായത്ത് സമിതി അംഗം കൂടിയായ അച്ഛൻ സത്യൻ, അരുണിൻ്റെ ഭാര്യ അമൃത, 6 മാസം പ്രായമുള്ള
അദ്വൈത് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കുണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.